ഇറാനിൽ അമേരിക്ക ശക്തമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തകൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നു. ഇതിന് തിരിച്ചടി എന്നോണം ഇറാനിലെ 140 കേന്ദ്രങ്ങളെ തങ്ങൾ ലക്ഷ്യമിട്ടതായി US സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയതിന് പിന്നാലെ അതിശക്തമായ പ്രത്യാക്രമണം തന്നെ ഇറാന്റെ ഭാഗത്തു നിന്ന് അമേരിക്കക്കും സംഭവിച്ചിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. ഈ ആക്രമണത്തിൽ 6ഓളം അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നും ഒരു നാവിക കമാൻഡും അതോടൊപ്പം തന്നെ യുദ്ധവിമാനങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന സ്ഥലവും ആക്രമിച്ചു എന്നുള്ള, അതോടൊപ്പം തന്നെ മിസൈൽ ലോഞ്ചർ കേന്ദ്രങ്ങൾ, അമേരിക്കയുടെ മിസൈൽ ലോഞ്ചർ കേന്ദ്രങ്ങളും ആക്രമിച്ച് തരിപ്പണമാക്കി എന്ന കാര്യം ഇറാൻ സ്ഥിരീകരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ദൃശ്യങ്ങളും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാനിലെ 140 കേന്ദ്രങ്ങളാണ് അമേരിക്ക ആക്രമിച്ചിട്ടുള്ളത്. ദക്ഷിണ തീരത്തെ നിരവധി സൈനിക താവളങ്ങൾ, മിസൈൽ ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങൾ, വെടിക്കോപ്പ് സംഭരണശാലകൾ, സുപ്രധാനമായ ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവയ്ക്ക് നേരെയാണ് അമേരിക്കയുടെ ആക്രമണം ഉണ്ടായത്. ദക്ഷിണ തുറമുഖ നഗരങ്ങളായ ബന്ദർ അബ്ബാസ്, സിരിക്ക്, ജബഹാർ, ബന്ദർ ഇദേർ, ജാസ്ക്, അസലൂയ എന്നിവിടങ്ങളിൽ ശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ മുഴങ്ങി എന്ന് റിപ്പോർട്ടുകളുണ്ട്. പുലർച്ചെയുണ്ടായ ഈ ആക്രമണങ്ങളിൽ ഇറാനിയൻ നാവികസേനയിലെ ഒരു ഉദ്യോഗസ്ഥൻ രക്തസാക്ഷിത്വം വഹിച്ചതായും പ്രാദേശിക മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. പുലർച്ചെയോടെയുണ്ടായ ഈ ആക്രമണത്തിൽ ഇറാൻ നാവികസേനയിലെ ഒരു ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടതായും പ്രാദേശിക മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലിന് നേരെ ഇറാൻ നടത്തിയ നീക്കത്തിന് മറുപടിയാണ് തങ്ങൾ ഈ ആക്രമണം നടത്തിയത് എന്നാണ് സെൻട്രൽ കമാൻഡ് അവകാശപ്പെടുന്നത്. എങ്കിലും തങ്ങളുടെ ആജ്ഞകൾ നടപ്പിലാക്കാൻ കഴിയാതെ പതറുന്ന വൻ ശക്തിയുടെ ദയനീയ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇവിടെ വ്യക്തമാക്കുന്നത് എന്നാണ് ഈ ആക്രമണത്തോട് ഒരു ഇറാൻ സൈനിക മേജർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇറാൻ സൈന്യം ആക്രമണം നടത്തിയിട്ടുള്ളത്. ജോർദാൻ, കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ, ഒമാൻ എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയാണ് ഇറാൻ കൃത്യമായ പ്രത്യാക്രമണങ്ങൾ നടത്തിയത്. ഈ ആക്രമണത്തിൽ നിലവിൽ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി ഒമാൻ വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒമാനിൽ നടത്തിയ ആക്രമണത്തിൽ അദ്ദേഹത്തോട് നേരിട്ട് തന്നെ എതിർപ്പുകൾ ഒമാൻ അറിയിച്ചു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ തന്ത്രപരമായ ഹോർമുസ് കടലിടുക്ക് അനിശ്ചിതകാലത്തേക്ക് അടച്ചതായും ഇറാൻ പ്രഖ്യാപിക്കുകയാണ്. അമേരിക്കയുടെ അറ്റാക്കംസ് മിസൈലുകൾ വിക്ഷേപിക്കുന്ന കേന്ദ്രത്തെ ലക്ഷ്യമിട്ട് കുവൈത്തിലെ അൽ മിന മേഖലയിലേക്കാണ് ഇറാൻ 3 ബാലിസ്റ്റിക് മിസൈലുകൾ ഞായറാഴ്ച വൈകുന്നേരം തൊടുത്തുവിട്ടത്. ഈ ആക്രമണത്തിൽ 3 US സൈനികർ എന്നായിരുന്നു ആദ്യം പുറത്തു വന്നിരുന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ 6 US സൈനികർ കൊല്ലപ്പെട്ടു. ആ മിസൈൽ ലോഞ്ച് കേന്ദ്രം പൂർണ്ണമായും കത്തി അമരുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഖത്ത മേഖലയിൽ US സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ നീക്കങ്ങളെ തുടർന്ന് പേർഷ്യൻ ഗൾഫിലെ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എല്ലാത്തരം ഗതാഗതവും നിരോധിച്ചതായും നിയന്ത്രണ ചുമതലയുള്ള ഇറാനിയൻ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള യാത്ര നിലവിൽ ലഭ്യമല്ല എന്നാണ് പേർഷ്യൻ ഗൾഫ് സ്ട്രൈറ്റ് അതോറിറ്റി തങ്ങളുടെ എക്സ് അക്കൗണ്ടിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഞായറാഴ്ച പുലർച്ചെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ IRGC പബ്ലിക് റിലേഷൻ ഓഫീസ് വ്യക്തമാക്കിയത് അമേരിക്ക മുമ്പ് പരീക്ഷിച്ച് പരാജയപ്പെട്ട കാര്യം വീണ്ടും പരീക്ഷിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ്. ഒമാൻ സർക്കാരിന് മേൽ തങ്ങളുടെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനും ഹോർമുസ് കടലിടുക്കിന് തെക്ക് ഭാഗത്ത് യുദ്ധക്കപ്പലുകൾ നിയമവിരുദ്ധമായി വിന്യസിച്ച് മേഖലയിൽ മനഃപൂർവ്വം പിരിമുറുക്കം സൃഷ്ടിക്കുവാനും അമേരിക്ക ശ്രമിച്ചതായി IRGC ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. തിരിച്ചടിയുടെ ആദ്യഘട്ടത്തിൽ ജോർദാനിലെ പ്രിൻസ് ഹസൻ എയർബേസിലുള്ള അമേരിക്കയുടെ പ്രധാന സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ തങ്ങളുടെ എയറോസ്പേസ് ഫോഴ്സ് വിജയകരമായി ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നും IRGC അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലെ സമുദ്ര നിയമങ്ങൾ ലംഘിച്ച 2ാമത്തെ വിദേശ കപ്പലിനെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതായി വ്യക്തമാക്കിയ IRGC അമേരിക്കയുടെ അധിനിവേശം തുടർന്നാൽ ഇതിലും മാരകമായ തിരിച്ചടികളാകും ഉണ്ടാകുക എന്ന് അമേരിക്കൻ സയനിസ്റ്റ് ശത്രുക്കൾ മനസ്സിലാക്കണമെന്നും IRGC മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ദക്ഷിണ ഇറാനിൽ നടന്ന അമേരിക്കൻ അധിനിവേശത്തിന് മറുപടിയായി കുവൈറ്റിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആത്മഹത്യാ ഡ്രോണുകളുടെ അഥവാ സെൽഫ് ഡിസ്ട്രക്റ്റീവ് ഡ്രോണുകളുടെ വലിയൊരു നിരയെ തന്നെ വിന്യസിച്ചുകൊണ്ടുള്ള ആക്രമണം ഇറാൻ നടത്തി. ഈ ആക്രമണത്തിൽ US പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനം, പ്രധാന വെടിക്കോപ്പ് സംഭരണശാലകൾ, റഡാർ കേന്ദ്രം എന്നിവയ്ക്ക് വലിയ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചു എന്നും ഇറാന്റെ ഡ്രോണുകൾ കൃത്യമായി ആ സ്ഥലങ്ങളെല്ലാം ലക്ഷ്യം വെച്ചു എന്നും ഇറാൻ വ്യക്തമാക്കി. ഇത് ഒരു തരംഗത്തിൽ നടന്ന ആക്രമണമായിരുന്നു. രണ്ടാമത് വീണ്ടും ഇതേ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. മറ്റൊരാക്രമണത്തിൽ ബഹ്റൈനിലെ അമേരിക്കയുടെ സൈനിക ആശയവിനിമയ കേന്ദ്രങ്ങളെയും
റഡാർ സംവിധാനത്തെയും തകർത്തു എന്നും ഇറാൻ ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. ഈ യുദ്ധാന്തരീക്ഷത്തിന്റെയും അസ്ഥിരതയുടെയും പൂർണ്ണ ഉത്തരവാദിത്വം അമേരിക്കൻ സയനിസ്റ്റ് ശത്രുക്കൾക്ക് മാത്രമായിരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയ ആർമി ഇത്തരം തെറ്റുകൾ ആവർത്തിച്ചാൽ ഇതിലും കടുത്ത പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകുമെന്നുമുള്ള മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്.